തീയതിയുടെ പേര് കൂടെ പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ടു. അങ്ങനെ തൊഴിലുറപ്പ് പദ്ധതി പൂർണ്ണമായും കേന്ദ്ര ഗവൺമെന്റിന്റെ സാമ്പത്തിക സഹായത്തോടുകൂടി രാജ്യവ്യാപകമായി നടപ്പിലാക്കുകയും കേരളം അതിൽ ഏറ്റവും മികച്ച രീതി തൊഴിൽ കൊടുക്കുന്ന രീതി നടപ്പിലാക്കുകയും ചെയ്തു. ആദിവാസി ജനവിഭാഗങ്ങൾക്ക് ട്രൈബൽ പ്ലസ് എന്ന് പറഞ്ഞ് കുറച്ചുകൂടി അധിക ജോലി കൊടുക്കാൻ വേണ്ടി തയ്യാറായി. നഗര പ്രദേശങ്ങളിൽ നിന്ന് ഒഴിവാക്കിയെന്നുള്ളത് കൊണ്ട് കേരളം നഗരസഭകളിലും കോർപ്പറേഷനുകളിലും അയ്യങ്കാളി പദ്ധതി ആരംഭിച്ചു. എല്ലാ പഞ്ചായത്തുകളിലും ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന നിലക്ക് NREG പദ്ധതിയും ആരംഭിക്കാനുള്ള നടപടി സ്വീകരിച്ചു നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇതായിരുന്നു ഉണ്ടായിരുന്നത്. BJP ഗവൺമെന്റ് ഞാൻ ദീർഘമായിട്ട് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. BJP അധികാരത്തിൽ വന്ന ഉടനെ തന്നെ ഈ പദ്ധതി വിഹിതം കുറച്ച് കൊണ്ടുവന്ന് തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കാനുള്ള നടപടിയായിരുന്നു സ്വീകരിച്ചുകൊണ്ടിരുന്നത്. ആവശ്യമായ തുക മാറ്റിവെക്കാതിരിക്കുക, കൃത്യസമയത്ത് സംസ്ഥാനങ്ങൾക്ക് തുക കൈമാറാതെ ഇരിക്കുക. ഇപ്പൊ തന്നെ കേരളത്തിന് 850 കോടി രൂപ ആ ഇനത്തിൽ കിട്ടാനുണ്ട്. കൂലി കൊടുത്ത ഇനത്തിൽ ഇപ്പോൾ തന്നെ കിട്ടാനുണ്ട്. കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ പ്രതിപക്ഷമെല്ലാം വലിയ പ്രതിഷേധമുയർത്തിയെങ്കിലും അതെല്ലാം അവഗണിച്ച് ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. അവർക്ക് ഭൂരിപക്ഷമുള്ളതുകൊണ്ട് ഇത് അംഗീകരിച്ചു. രാഷ്ട്രപതി ഇന്നലെ ഒപ്പിട്ടു. അതോടുകൂടി തൊഴിലുറപ്പ് പദ്ധതി എന്ന രീതിയിലുള്ള പദ്ധതി പൂർണ്ണമായിട്ടും ഇല്ലാതായി എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. പുതിയ പദ്ധതി എന്ന നിലയ്ക്ക് VBG റാംജി എന്ന രീതിയിൽ പുതിയ പദ്ധതി നടപ്പിലാക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുറവ്, കേന്ദ്രം പൂർണ്ണമായിട്ട് പൈസ ഇനി തരില്ല. കേന്ദ്രാവിഷ്കൃത പദ്ധതികളെല്ലാം നടപ്പിലാക്കുന്നത് പോലെ 60% കേന്ദ്രവും 40% സംസ്ഥാനവും എടുക്കണം. സംസ്ഥാനത്തിന് മേലിൽ അധിക സാമ്പത്തിക ബാധ്യത അടിച്ചേൽപ്പിക്കുകയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര ഗവൺമെന്റ് രാഷ്ട്രീയ വിവേചനം വെച്ചുകൊണ്ട് ഒട്ടേറെ കാര്യങ്ങളിൽ നമുക്ക് ആവശ്യമായ പണം തരാത്ത നിരവധി പ്രശ്നങ്ങളുണ്ട്. ഇവിടെ പുതിയ അധിക സാമ്പത്തിക ബാധ്യത അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ 2 മാസക്കാലത്തേക്ക് വേണമെങ്കിൽ നിർത്തിവെക്കാം കാർഷിക മേഖലയിലുള്ള വിളവെടുപ്പ് മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതും പറഞ്ഞിരിക്കുക. ഫലത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് ഒന്നാം UPA ഗവൺമെന്റ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ പിന്തുണയോടുകൂടി എങ്ങനെയായിരുന്നോ ഈ പദ്ധതി വിഭാവനം ചെയ്ത് നടപ്പിലാക്കിയിരുന്നത്, അതിന്റെ ലക്ഷ്യം ഗ്രാമീണ മേഖലയിലെ കായികാധ്വാന ശേഷിയുള്ള തൊഴിലാളികളുടെ തൊഴിൽ ഉറപ്പാക്കലാണെങ്കിൽ അത് ഗ്യാരണ്ടി ആയിരുന്നു. അതിന് ഒരു ഉറപ്പില്ലാത്ത രീതിയിൽ അതിനെ പൂർണ്ണമായി തകർക്കാനാണ് കേന്ദ്ര ഗവൺമെന്റ് ആലോചിക്കുന്നത്. BJPയുടെ ഈ തൊഴിലാളി ദ്രോഹ ജനദ്രോഹ നയത്തിനെതിരായിട്ടുള്ള രാജ്യവ്യാപകമായ ചില പ്രതിഷേധങ്ങൾ രാജ്യത്ത് ഉയർന്നു വരുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് LDFന്റെ നേതൃത്വത്തിൽ ഈ ധർണ ഇവിടെ സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഞാൻ മറ്റ് വിശദാംശങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഈ ധർണാ സമരം ഉദ്ഘാടനം ചെയ്യുന്നത് LDFന്റെ സംസ്ഥാന കൺവീനർ കൂടിയായിട്ടുള്ള സഖാവ് DP രാമകൃഷ്ണൻ സഖാവാണ്. അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. LDFന്റെ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടിയും ഈ സമരത്തിൽ പങ്കെടുക്കുന്ന നിങ്ങൾ എല്ലാവരുടെയും പേരിൽ സഖാവ് DPയെ വളരെ സന്തോഷത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജില്ലാ നേതാക്കളായ ആരെയും പ്രത്യേകം പേരെടുത്ത് ഞാൻ പറയുന്നില്ല, എല്ലാ പാർട്ടിയുടെയും നേതാക്കൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാ നേതാക്കളെയും ഈ സമരത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആൾക്കാരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിൽ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നതിന് വേണ്ടി RJDയുടെ സംസ്ഥാന നേതാവായിട്ടുള്ള സഖാവ് KK അംസയ്ക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുക. ബഹുമാനപ്പെട്ട ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന കൺവീനറും മുൻ മന്ത്രിയും MLAയുമായ സഖാവ് TP രാമകൃഷ്ണൻ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വയനാട് ജില്ലാ കൺവീനർ സഖാവ് ശശീന്ദ്രൻ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മറ്റ് നേതാക്കന്മാർ, സഖാക്കളെ, സുഹൃത്തുക്കൾ, വളരെ പ്രാധാന്യമറിയിക്കുന്ന ഒരു വിഷയം ഉന്നയിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനമനുസരിച്ചുകൊണ്ട് കേന്ദ്ര ഓഫീസിന് മുൻപിൽ ഈ സമരം ഇവിടെ സംഘടിപ്പിച്ചത്. നമ്മുടെ രാജ്യത്ത് പാവപ്പെട്ടവരും സാധാരണക്കാരുമായ ജനവിഭാഗത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് ഈ ദേശീയ തൊഴിലുറപ്പ് പദ്ധതി നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കി. അന്ന് നമ്മുടെ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ
നമ്മുടെ കേരളമടക്കമുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ കാർഷിക മേഖലയുടെ തകർച്ചയും അതേപോലെ തന്നെ തൊഴിലില്ലായ്മയും നേരിട്ട ഒരു ഘട്ടത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ കൂട്ട ആത്മഹത്യകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആ ഘട്ടത്തിൽ അധികാരത്തിൽ വന്ന UPA ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ കൂടി സമ്മർദ്ദത്തിന്റെ ഭാഗമായി ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നിർദ്ദേശത്തിന്റെ ഭാഗമായി അഖിലേന്ത്യാ തലത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ദേശീയ തൊഴിലുറപ്പ് പദ്ധതിക്ക് രൂപം നൽകി. ആ പദ്ധതിയിലൂടെ നമ്മുടെ രാജ്യത്തെ ഏറ്റവും പാവപ്പെട്ട ജനവിഭാഗത്തെ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തെ കൃഷിക്കാരന് കൂടി ഉപകാരപ്പെടുന്ന തരത്തിൽ ഈ ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ രാജ്യത്തെ കർഷകരെയും പാവപ്പെട്ടവരെയും മുഴുവൻ ജനവിഭാഗത്തെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി ആസൂത്രണം ചെയ്ത ഒരു പദ്ധതി എന്നുള്ള നിലയിൽ നല്ല നിലയിൽ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരുന്ന ഒരു പദ്ധതിയാണ് ദേശീയ തൊഴിലുറപ്പ് പദ്ധതി. എന്നാൽ ഈ പദ്ധതി നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഇന്ത്യ രാജ്യത്ത് BJPയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് രാജ്യത്ത് അധികാരത്തിൽ വന്ന് ആദ്യ ബജറ്റ് ഗവൺമെന്റ് അവതരിപ്പിക്കുന്ന അവസരത്തിൽ തന്നെ അന്നത്തെ ഗ്രാമവികസന വകുപ്പ് മന്ത്രി ആസന്നിഗ്ധമായി പ്രഖ്യാപിച്ച ഒരു കാര്യം, ഈ പദ്ധതി ഘട്ടം ഘട്ടമായി നൃത്തം ചെയ്യുന്ന നടപടിയിലേക്ക് ഞങ്ങളുടെ ഗവൺമെന്റ് നീങ്ങുമെന്ന ഒരു സൂചന BJPയുടെ ഗവൺമെന്റ് സൂചന നൽകി. അന്നു മുതൽ ഈ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കുന്നതിന് വേണ്ടി ആസൂത്രിതമായ നീക്കങ്ങളാണ് കേന്ദ്ര ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാലാകാലങ്ങളിൽ നമ്മുടെ രാജ്യത്ത് അവതരിപ്പിക്കപ്പെട്ട ബജറ്റിലൊക്കെ തന്നെ ഇതിനാവശ്യമായ ഫണ്ടുകൾ വെട്ടിക്കുറച്ചും തൊഴിൽ ദിനങ്ങൾ വെട്ടിക്കുറച്ചും ഈ പദ്ധതിയെ തകർക്കുന്നതിന് വേണ്ടി ആസൂത്രിതമായ നീക്കങ്ങൾ നടന്നുകൊണ്ടിരുന്നു. ഇപ്പോൾ അത് പൂർണ്ണമായി നൃത്തം ചെയ്യുന്ന രീതിയിലേക്ക് അതിന്റെ പേരുകളിൽ പോലും മാറ്റം വരുത്തിക്കൊണ്ട് ഇന്ന് വളരെ ആസൂത്രിതമായി മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി എന്ന ഈ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ ഈ പദ്ധതിയെ മഹാത്മാഗാന്ധിജിയുടെ പേര് വെട്ടിമാറ്റുക എന്ന ലക്ഷ്യം മുൻനിർത്തുക മാത്രമല്ല, മഹാത്മാഗാന്ധിജിയുടെ പേര് നിർദ്ദേശം മാറ്റുക എന്നതിനുപരി ഈ പദ്ധതിയെ പൂർണ്ണമായി തകർക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റ് വളരെ ആസൂത്രിതമായി ഇന്ന് പേര് മാറ്റിക്കൊണ്ട് ഈ പദ്ധതിയിൽ കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ എല്ലാ നടപടികളിലും മാറ്റം വരുത്തി വെച്ചുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റുകൾക്ക് ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി 100% പദ്ധതി വീതം നൽകേണ്ടുന്ന സ്ഥാനത്ത് ഇപ്പോൾ പുതിയ തീരുമാനപ്രകാരം 60:40 എന്ന നിലപാടിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് മാറിയിരിക്കുകയാണ്. 40% അതാത് സംസ്ഥാന ഗവൺമെന്റുകൾ ഈ പദ്ധതിയിലേക്ക് പണം വകയിരുത്തണമെന്നാണ് സൂചിപ്പിച്ചത്. ഇത് തുടങ്ങുന്ന കാലത്ത് തന്നെ 10% ഇതിനാവശ്യമായ പണിയായുധങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് നൽകണമെന്നും ബാക്കി വരുന്ന 90% കേന്ദ്ര ഗവൺമെന്റ് ഈ പദ്ധതിക്ക് ആവശ്യമായ ഫണ്ട് അനുവദിക്കുമെന്ന നിലപാടുകളിൽ നിന്ന് മാറ്റം വരുത്തി അതിനെ പൂർണ്ണമായി തകർക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് 60:40 എന്ന നിലപാടിലേക്ക് മാറ്റം വരുത്തിയിരിക്കുകയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള രാജ്യത്തെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായി ലഭിക്കുന്ന ഒരു പദ്ധതിയെ തകർക്കാൻ വേണ്ടി ആസൂത്രിതമായി നടത്തുന്ന ഈ നീക്കത്തിനെതിരെ രാജ്യത്തെ ജനങ്ങൾ ഒന്നടക്കം ശബ്ദിക്കേണ്ടിയിരിക്കുന്നു. അതിന്റെ ഭാഗമായി കൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ ഇത്തരത്തിലുള്ള ഒരു സൂചന സമരത്തിന് ഇന്ന് തീരുമാനമെടുത്തിട്ടുണ്ട്. പാർലമെന്റിനകത്തും പുറത്തും ഇടതുപക്ഷ മതേതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ ഇതിനെതിരായിക്കൊണ്ട് ശബ്ദമുയർത്തിയെങ്കിലും ഏകപക്ഷീയമായി കേന്ദ്ര ഗവൺമെന്റ് ഈ ബില്ല് പാസാക്കുകയും
ഉടൻ തന്നെ രാഷ്ട്രപതിക്ക് അയച്ച് ഇന്നലെയോടുകൂടി രാഷ്ട്രപതി ഈ ബില്ലിൽ ഒപ്പുവെക്കുന്ന ഇന്ന് ഈ പദ്ധതി നടപ്പിലാക്കുന്ന രീതിയിലേക്ക് ഈ പദ്ധതിയെ തകർക്കുന്നതിന് വേണ്ടി വളരെ ആസൂത്രിതമായി നടത്തുന്ന ഈ നടപടി അവസാനിപ്പിക്കണം. ഇത് അവസാനിപ്പിച്ചില്ല എങ്കിൽ ഒരു വലിയ പ്രക്ഷോഭത്തിന് ഇന്ത്യയിലാകമാനം ഇടതുപക്ഷ രാഷ്ട്രീയ മതേതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തയ്യാറാകും എന്ന് സൂചന നൽകിക്കൊണ്ട് നടത്തപ്പെടുന്ന ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ സഹാക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന കൺവീനർ സഖാവ് ടി പി രാമകൃഷ്ണൻ അവരുടെ ക്ഷണിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് അഭിവാദ്യം. സഹോദരി സഹോദരന്മാർ, കേന്ദ്ര ഗവൺമെന്റ് പാർലമെന്റിലെ ഭൂരിപക്ഷം ഉപയോഗിച്ച് ജനജീവിതത്തിന് നേരെ കടുത്ത ആക്രമണങ്ങൾ തുടരുകയാണ്. ഇത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നതിന്റെയും അപ്പുറത്തേക്ക് വളർന്നു വരികയാണ് ചെയ്യുന്നത്. കേന്ദ്ര ഗവൺമെന്റിന്റെ ഓരോ നടപടികളിലും പ്രതിഫലിക്കുന്നത് കോർപ്പറേറ്റുകളുടെ താൽപര്യമാണ്, വൻകിട മുതലാളിമാരുടെ താൽപര്യമാണ്. ഈ കഴിഞ്ഞ ദിവസം പത്രങ്ങളിലെല്ലാം ഒരു വാർത്ത വന്നിട്ടുണ്ട്. കോർപ്പറേറ്റ് കമ്പനികളിൽ നിന്ന് ഫണ്ട് സ്വീകരിക്കുന്നതിന്റെ കണക്കാണ്. അതിൽ വാരിക്കോരി കൊടുക്കുകയാണ് BJP. അപ്പോ ഈ ഫണ്ട് എല്ലാം സ്വീകരിക്കുന്നതിന്റെ നന്ദി പ്രകടിപ്പിക്കുകയാണ് BJP ഗവൺമെന്റ് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഈ സമീപകാലത്താണ് ലേബർ കോഡ് പൂർണ്ണമായും നടപ്പിൽ വരുത്തുന്നതിനുള്ള നടപടികളിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് പോകുന്നു. രാജ്യമാകെ തൊഴിലാളികളും കർഷകരും ഒന്നിച്ചു നിന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ നിലപാടിനെ ചെറുക്കുക എന്ന സമീപനത്തിലേക്കാണ് വരുന്നത്. കൃഷിക്കാരുടെയും തൊഴിലാളികളുടെയും രാഷ്ട്രീയത്തിന് അതീതമായ യോജിപ്പ് രാജ്യവ്യാപകമായി വളർന്നു വരികയാണ്. ഈ നടപടിക്രമങ്ങളിൽ ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന തൊഴിലുറപ്പ് പദ്ധതിയുടെ നിഷേധം, അതാണ് സംഭവിക്കുന്നത്. ഒന്നാം UPA ഗവൺമെന്റ് കാലത്താണ് ഇടതുപക്ഷ പാർട്ടികളുടെ കൂടി പിന്തുണയോടെ ഇവിടെ ചില നടപടികൾ സ്വീകരിച്ചത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അന്ന് ഒന്നാം UPA ഗവൺമെന്റിന്റെ മിനിമം പരിപാടി രൂപപ്പെടുത്തുമ്പോൾ ഗവൺമെന്റിൽ പങ്കാളിത്തമില്ലെങ്കിലും ഈ സമരത്തിൽ പങ്കെടുക്കുന്നതാണെന്ന് ഇവിടെ തന്നെ നിൽക്ക്. അവരുടെ അങ്ങോട്ട് പോയാലും ഇങ്ങനെ ശരി, പിന്നെ ഞാൻ തിരിച്ചിട്ടാൻ പോയാൽ പോലെ അവിടെ ഒരു പ്രശ്നം ഉണ്ടായി. ആ പ്രശ്നം അങ്ങനെ പരിഹരിച്ചോളൂല്ലോ. പോലീസും ഏർപ്പാടും കാര്യങ്ങളൊക്കെ അല്ലേ ഇവിടെ. സമരത്തിൽ പങ്കെടുത്ത ആളുകളിൽ അങ്ങോട്ട് മാറേണ്ട കാര്യമില്ല. അപ്പോൾ UPA ഗവൺമെന്റ് ഇടതുപക്ഷ പാർട്ടികളുടെ കൂടി പിന്തുണത്തിൽ അധികാരത്തിലുള്ള സന്ദർഭത്തിലാണ് ഇന്ത്യയിൽ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഈ പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഈ പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഉദ്ദേശം തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ അന്ന് ഗവൺമെന്റിന്റെ പൊതുവായ സമീപനം
ദാരിദ്ര്യ ലഘൂകരണം തന്നെയാണ്. ഇന്ത്യ പട്ടിണി കിടന്ന് ആളുകൾ മരിക്കുന്ന ഒരു കാലം ഈ പദ്ധതി ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കുമ്പോൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഓരോ കുടുംബത്തിൽ നിന്നും ഒരാൾക്ക് തൊഴിൽ എന്ന നിലപാട് സ്വീകരിക്കേണ്ടി വന്നത് രാജ്യം അകപ്പെട്ടു നിന്ന പട്ടിണിയുടെ കാഠിന്യത്തിൽ നിന്നാണ്. ഇന്ത്യക്കകത്ത് തൊഴിൽ ജനങ്ങളുടെ അവകാശമായി അംഗീകരിക്കുന്നതിന്റെ ഭാഗമായി നടപ്പിലാക്കിയിട്ടുള്ള ഒരു പദ്ധതിയാണിത്. ഈ പദ്ധതി ഇവിടെ നടപ്പിലാക്കുമ്പോൾ ഇതിനു വേണ്ടി വരുന്ന 100% തുകയും കേന്ദ്രം അനുവദിക്കുക എന്നുള്ളതാണ് നിലപാട്. 100% ചെലവും കേന്ദ്രം അനുവദിക്കുക, അങ്ങനെയാണ് നടപ്പിലായിക്കൊണ്ടിരുന്നത്. തൊഴിലുറപ്പ് മേഖലയിലെ തൊഴിലാളികൾ ഒന്നിച്ച് ആവശ്യപ്പെടുന്ന ഒരു പ്രശ്നം എന്താ? തൊഴിൽ ദിനം വർദ്ധിപ്പിക്കണം. ഒരു വർഷത്തിൽ 200 ദിവസമെങ്കിലും 365 ദിവസങ്ങളുള്ളതിൽ 200 ദിവസമെങ്കിലും തൊഴിൽ കൊടുക്കണം. ഒരു തൊഴിലിന് 600 രൂപ കൂലി കിട്ടണം. ഇതാണ് തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത്. ദേശീയ തലത്തിലുള്ള തൊഴിലാളി സംഘടനകളുടെ പണിമുടക്ക് സമരങ്ങളിൽ അതിനടിസ്ഥാനമായി ഈ പ്രശ്നം ഉന്നയിച്ചിട്ടുണ്ട്. 600 രൂപ കൂലിയും 200 ദിവസം തൊഴിലും. ഈ ഒരു ആവശ്യം തൊഴിൽ മേഖലയിലെ തൊഴിലാളികൾ ഉന്നയിച്ചു നിൽക്കുന്ന സന്ദർഭത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ് ഈ പദ്ധതി ആകെ തകിടം മറിക്കുക എന്ന നിലപാടിലേക്ക് എത്തുന്നത്. ഇപ്പോൾ ഈ പുതിയ നിയമത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്നത്, മഹാത്മജിയുടെ പേര് ഒഴിവാക്കിയത് ഒരു വേറൊരു പ്രശ്നം. ഈ പുതിയ നിയമത്തിൽ അവർ നിർദ്ദേശിച്ചിരിക്കുന്നത്, ഇവിടെ തൊഴിൽ ചെയ്യുമ്പോൾ തൊഴിലാളികൾക്ക് നൽകുന്ന കൂലി അതിൽ 60% കേന്ദ്ര ഗവൺമെന്റ്, തൊഴിലാളി കൂലി മാത്രമല്ല ഇതിന്റെ അനുബന്ധ ചെലവും ഇതിന് ബാധകമാണ്. 60% കേന്ദ്ര ഗവൺമെന്റ്, 40% സംസ്ഥാന ഗവൺമെന്റ്. എന്തടിസ്ഥാനത്തിലാണിത്? സംസ്ഥാന ഗവൺമെന്റിന് ഈ കാശ് ചെലവാക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ പദ്ധതി പൊളിയണമെന്നാണോ? ജനങ്ങളുടെ ജീവിതത്തിനോടാണോ ഉത്തരവാദിത്തം? ഇവിടെ ഒരു ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ് പട്ടിണി ഇല്ലാതാക്കുക, ദാരിദ്ര്യം ലഘൂകരിക്കുക. അതിന് സഹായകരമായ നിലപാടാണോ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നത്? കേരളത്തിൽ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം സംസ്ഥാന ഗവൺമെന്റ് നടപ്പിലാക്കിയല്ലോ. 4 വർഷത്തെ പരിശ്രമത്തിന്റെ ഫലമാണ്. അതിദാരിദ്ര്യത്തിന്റെ ഘടകങ്ങൾ എന്താണെന്ന് കണ്ടെത്തി ആ ഓരോ ഘടകത്തിനും പരിഹാരമുണ്ടാക്കുക എന്ന നിലപാട് സ്വീകരിച്ച് ഈ കഴിഞ്ഞ നവംബർ 1-ാം തീയതി, കേരളപ്പിറവി ദിനമായ നവംബർ 1-ാം തീയതി കേരളം അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കേണ്ടായി. ഇത് ഇന്ത്യ രാജ്യമാണ്. ഇന്ത്യയിൽ ഒരു സംസ്ഥാനങ്ങൾക്കും ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് യാഥാർത്ഥ്യം. അപ്പം കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന നിലപാടിന്റെ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി ഇതിനോട് പ്രതികരിക്കാൻ കഴിയണം. ഇന്ന് ഈ പ്രതിഷേധത്തിന് തുടക്കം കുറിക്കുകയാണ്. ഇന്ന് അവസാനിക്കുകയല്ല ഇത്. ഈ പ്രതിഷേധം ശക്തമായി തൊഴിലുറപ്പ് മേഖലയിലെ മുഴുവൻ തൊഴിലാളികളെയും അണിനിരത്തി മുമ്പോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് കേരളത്തിൽ ഉദ്ദേശിക്കുന്നത്. രാജ്യവ്യാപകമായി ഈ സമരം ശക്തിപ്പെടുകയാണ്. ഇപ്പോൾ കേന്ദ്ര ട്രേഡ് യൂണിയൻ സംഘടനകൾ ഈ ലേബർ കോഡിനെതിരായി, എന്താ പ്രശ്നം? തൊഴിൽ സമയം 8 മണിക്കൂർ ജോലി വ്യവസ്ഥ എന്നുള്ളത് ഇല്ലാതാവുകയാണ്. അത് 9 മണിക്കൂർ മുതൽ 12 മണിക്കൂർ വരെ ഉയർത്തുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് നടക്കുന്നത്. മിനിമം കൂലി നിലനിൽക്കില്ല. ഈ കേരളത്തിൽ 87 മേഖലകളിൽ മിനിമം കൂലിയുണ്ട്. അങ്ങനെ ഒരു മേഖലയിലും മിനിമം കൂലി നിലനിൽക്കില്ല.
ഇങ്ങനെ തൊഴിലാളികൾ അനുഭവിക്കുന്ന നാനാതരത്തിലുള്ള ആനുകൂല്യങ്ങൾ നിഷേധിക്കുക, തൊഴിൽ മേഖലയിൽ കരാർ നിയമനങ്ങൾ മാത്രം ആശ്രയിക്കുക, ഇങ്ങനെയുള്ള ഒരു നടപടികളിലേക്ക് ലേബർ കോഡിന്റെ ഭാഗമായി കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുപോകുകയാണ്. ഈ നടപടിക്കെതിരായി ഫെബ്രുവരി മാസത്തിൽ ഇവിടെ അഖിലേന്ത്യാ തലത്തിലുള്ള പണിമുടക്ക് സമരത്തിന് തൊഴിലാളി വർഗം സന്നദ്ധമാവുകയാണ്. അത്തരമൊരു നിലപാടുകൾ സ്വീകരിക്കുന്ന സന്ദർഭത്തിലാണ് ഈ തൊഴിലുറപ്പിന്റെ ഈ നിയമം പരിഷ്കരിക്കുന്നത്. എന്തിനാണ് മഹാത്മാഗാന്ധിയുടെ പേര് തൊഴിൽ നിയമത്തിൽ നിന്ന് ഒഴിവാക്കുന്നത്? മഹാത്മാഗാന്ധിജിയുടെ പേര് ഈ പദ്ധതിക്ക് വേണ്ടി ഇടുമ്പോൾ അതിനൊരു യാഥാർത്ഥ്യമുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്. ഇവിടെ മഹാത്മജി ഉയർത്തിയിരിക്കുന്ന നമ്മുടെ നാടിന്റെ ഭാവിയുമായി ബന്ധപ്പെട്ട് ദരിദ്രരില്ലാത്ത ഒരു രാജ്യം, അതിലേക്ക് ഇന്ത്യയെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിന് സഹായകരമാണിത്. ആ പദ്ധതിയാണ് ഉപേക്ഷിക്കുന്നത്. മഹാത്മജിയുടെ പേര് ഒഴിവാക്കുമ്പോൾ അതിനകത്ത് ഒഴിഞ്ഞു നിൽക്കുന്ന രാഷ്ട്രീയ നിലപാടുകളെ സംബന്ധിച്ച് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു ആവശ്യവുമില്ല, ഈ നിയമത്തിന്റെ പേര് മാറ്റേണ്ടുന്ന ഒരു ആവശ്യമില്ല. 60:40 എന്നുള്ളത് ഇതിന്റെ ചെലവിന് തുക നിർണയിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യവസ്ഥയുമില്ല. തൊഴിൽ ദിനങ്ങൾ 125 ദിവസത്തിലേക്ക് ഉയർത്തുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ബജറ്റുകളിലെല്ലാം ഈ തൊഴിലുറപ്പ് പദ്ധതിക്കുള്ള തുക വെട്ടിക്കുറയ്ക്കുകയാണ് ചെയ്തത്. ഈ 125 തൊഴിൽ ദിനങ്ങൾ ഉറപ്പുവരുത്തുമെന്നുണ്ടെങ്കിൽ അതിനനുസൃതമായ ഫണ്ട് അനുവദിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാട് കൂടി കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കണ്ടേ? ഇനി എങ്ങനെയാണ് കേന്ദ്രത്തിന് ഇതിന്റെ ഒരു പൈതൃകം അവകാശപ്പെടാൻ സാധിക്കുക? ഇങ്ങനെയെല്ലാമുള്ള പ്രശ്നങ്ങൾ, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ അവകാശം ഇനി എങ്ങനെ അവർ ഏറ്റെടുക്കാൻ സാധിക്കും? ഇത് ഏറ്റവും അപകടകരമായ ഒരു അവസ്ഥയിലേക്കാണ് നാടിനെ ചെന്ന് കൊണ്ടുപോകുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ലേബർ കോഡ് നടപ്പിലാക്കുന്ന നിലപാടിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എതിരാണ്. ഇവിടെ ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ മാറ്റം വരുത്തി, നിയമം മാറ്റം വരുത്തി നിലപാടുകളിലേക്ക് പോകുന്നതിന് എതിരാണ്. ഈ പഴയ നിയമം തന്നെ നിലനിർത്തി എല്ലാ തൊഴിലാളികളുടെയും തൊഴിൽ ദിനങ്ങളുടെ എണ്ണവും കൂലിയും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളിലേക്കാണ് യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെന്റ് പോകേണ്ടത്. ആ പ്രശ്നം ഇന്ന് കേരളത്തിന് മുമ്പിൽ ശക്തമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉന്നയിക്കുകയാണ്. വരാനിരിക്കുന്ന എല്ലാ സമരങ്ങളിലും ഈ പ്രശ്നങ്ങളെ കൂടി കോർത്തിണക്കി അതിശക്തമായ പോരാട്ടം രാജ്യവ്യാപകമായി ഉയർത്തിക്കൊണ്ടുവരാൻ തന്നെയാണ് ഇന്ത്യയിലെ ഇടതുപക്ഷ മതനിരപേക്ഷ ശക്തികൾ